ഹായ് വെൽക്കം ബാക്ക് ടു ഡോക്ടർ സുപ്പരിയാസ് ട്യൂട്ടോറിയൽ. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വേരിയബിൾ ആണ്. ഓക്കെ, നമുക്കറിയാം എല്ലാ എക്സ്പെരിമെന്റ്സിലും നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വേരിയബിൾസിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അതായത് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് മാത്രമല്ല, പക്ഷെ നമുക്ക് അതിനെ എന്തൊക്കെ ചെയ്യാം? നമുക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഈ വേരിയബിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതെങ്ങനെയാണ് നമുക്ക് റിസർച്ചിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലാസ്സിനെ നമുക്ക് മെയിൻ സെഷൻ ആയിട്ട് ടൈപ്സ് ഓഫ് വേരിയബിൾസിനെ നമുക്ക് പറയാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ളതാണ്. സെക്കൻഡ്, നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ അതിന്റെ ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് ഇത് എങ്ങനെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നീടാണ് നമ്മൾ എന്താണ് നമ്മുടെ കാറ്റഗറിക്കൽ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിളിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ഡിസ്കസ് ചെയ്യാം? ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ കുറിച്ചിട്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി എക്സ്പെരിമെന്റൽ ഓർ പ്രെഡിക്റ്റർ വേരിയബിൾ. It is the variable that is manipulated in an experiment. The researcher changes this variable to observe its effect on the dependent variable. നമ്മൾ ഈ ക്ലാസ് കഴിയുന്തോറും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ടീച്ചർ കുട്ടികളുടെ 100 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരുടെ മാത്സ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ടീച്ചർക്ക് തോന്നുന്നതാണ് എന്തുകൊണ്ടാണ് കുറച്ച് കുട്ടികൾ മറ്റുള്ളവരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തു, അവർക്ക് കുറച്ചും കൂടി കൂടുതൽ മാർക്ക് ഉണ്ടല്ലോ. അപ്പൊ ടീച്ചർ വിചാരിക്കുകയാണ് ഇതൊരു പക്ഷേ 2 റീസൺ കൊണ്ടായിരിക്കാം. അതായത് ഒന്ന്, അവര് ടെസ്റ്റിന് മുന്നേ നന്നായിട്ട് പഠിച്ചു, നന്നായി റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് റിവിഷൻ ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അത്യാവശ്യം നല്ലോണം റിവൈസ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നാച്ചുറലി അവരെന്താണ് മോർ ഇന്റലിജന്റ് ആണ്, അവർ കൂടുതൽ ബുദ്ധിമാന്മാരായതുകൊണ്ടായിരിക്കാം അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ ഈ കാരണങ്ങളെ കൊണ്ടായിരിക്കാം എന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. ഈ 100 കുട്ടികളിലും ടെസ്റ്റ് പെർഫോമൻസിനെ ഈ പറയുന്ന ഇന്റലിജൻസും റിവിഷൻ ടൈമും ഒരു പക്ഷെ എഫക്ട് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഒരു എക്സാമ്പിളില് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഏതായിട്ട് വരും? നമ്മുടെ ടെസ്റ്റ് മാർക്കാണ് ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഏതാണ്? റിവിഷൻ ടൈം. അതെങ്ങനെ നമ്മൾ മെഷർ ചെയ്യും? എത്ര മണിക്കൂർ അവർ പഠിച്ചു എന്ന് നോക്കിയിട്ട് നമുക്ക് റിവിഷൻ ടൈം പറയാൻ പറ്റും. പിന്നെ ഇന്റലിജൻസ്, അതെന്തായിരിക്കും? IQ സ്കോർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ മെഷർ ചെയ്യാം. അപ്പൊ ഈ പറയുന്ന ഇന്റലിജൻസും റിവിഷൻ ടൈമാണ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ടെസ്റ്റിൽ കിട്ടിയ മാർക്കാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ? 100ലാണ് മാർക്ക് എങ്കിൽ 0 to 100 വരെ നമുക്ക് മെഷർ ചെയ്യാം, അല്ലെ? അതാണ് ടെസ്റ്റ് മാർക്ക്. ആ ടെസ്റ്റ് മാർക്കാണ് ഈ എക്സാമ്പിളിൽ ഡിപ്പെൻഡന്റ് വേരിയബിളും. റിവിഷൻ ടൈമും ഇന്റലിജൻസ് ആണ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. അടുത്ത എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞ വാക്യം തന്നെ മനസ്സിലാക്കും, ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലെ? ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തിനെ ആയിരിക്കാം ഈ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആശ്രയിച്ചിരിക്കുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ തന്നെയാണ്. അതെങ്ങനെയാണ്? നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. ടെസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? റിവിഷൻ ടൈമിനെയും ഇന്റലിജൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതെന്താണ്? റിവിഷൻ ടൈമും ഇന്റലിജൻസും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. അപ്പൊ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഏത്? ടെസ്റ്റ് മാർക്ക്. അപ്പൊ നമുക്ക് സിംപ്ലി പറയാൻ പറ്റും, ഒരു വേരിയബിൾ, അതായത് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് is a dependent on a independent variable. Okay, so dependent variable is depend on an independent variable ആണ്. ഓക്കെ, അതാണ് സിംപ്ലി നമുക്കൊരു ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഒരു പക്ഷേ നമുക്ക് എന്ത് പറയാം? ഈ റിവിഷൻ ടൈമും ഇന്റലിജൻസും നന്നായിട്ടുള്ള കുട്ടികൾക്ക് ടെസ്റ്റ് മാർക്കിൽ ഒരു ഡിഫറൻസ് കാണാം. എന്നാൽ ഒരു പക്ഷേ എങ്ങനെയായിരിക്കാം? ഇതായിരിക്കില്ല എക്സാക്ട് കോസ്. ഓക്കെ, അത് മേ ബി വേരി ചെയ്യാം. ചില സമയത്ത് അവർ കൂടുതൽ നേരം പഠിച്ചതുകൊണ്ടായിരിക്കും അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയതെന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അപ്പൊ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം, ഒരു പക്ഷെ എങ്ങനെയായിരിക്കാം? ഇതായിരിക്കില്ല കാരണം. ഓക്കെ, അത് രണ്ടും സംഭവിക്കാം. ഇനി പറയുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു 100 സ്റ്റുഡൻസ് ഉണ്ട്, അവരൊരു മാത്സ് എക്സാം കംപ്ലീറ്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എക്സാമിന്റെ മാർക്കാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് റിവിഷൻ ടൈമും പിന്നെ എന്താണ്? ഇന്റലിജൻസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റൽ ഡിസൈൻ യൂസ് ചെയ്യാൻ പോവാണ്.
എന്നിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ് ഈ പറഞ്ഞ റിവിഷൻ ടൈം ഓഫ് ദ സ്റ്റുഡന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം നടക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ 2 ആഴ്ചക്ക് മുന്നേ പറയാണ് നിങ്ങൾ 20 മണിക്കൂറോളം പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ഗ്രൂപ്പിലും 50 പേര് വെച്ച് ആക്കി. എന്നിട്ട് 50 പേരുടെ അടുത്ത് നമ്മൾ പറയാണ് നമ്മളൊരു 20 മണിക്കൂറൊക്കെ പഠിക്കണം എന്ന് പറയാണ്. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് നിങ്ങൾ റിവിഷൻ ഒന്നും ചെയ്യേണ്ട, അല്ലാതെ വന്ന് എക്സാം എഴുതിക്കോളൂ എന്ന് പറയാണ്. ഓക്കെ, അതിനുശേഷം ഈ 2 ഗ്രൂപ്പിന്റെയും മാർക്കിനെ കമ്പയർ ചെയ്യാണ് ടീച്ചർ. ഓക്കെ, അതെവിടെയാ നടക്കുന്നത്? എക്സ്പെരിമെന്റൽ റിസർച്ച് ആണിത്. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാണ് ടീച്ചർ. ഓക്കെ, അതായത് നമ്മുടെ ഡിപ്പെൻഡന്റ് വാരിയബിൾ ആയിട്ടുള്ള എക്സാം മാർക്കില് ഇൻഡിപെൻഡന്റ് വാരിയബിൾസിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നാണ് ഇവിടെ നമ്മൾ നോക്കിയത് അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ ഡെഫിനിഷൻ വായിച്ചു നോക്കൂ. ദ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഈസ് മാനിപ്പുലേറ്റഡ് ബൈ ദ റിസർച്ചർ. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തു, ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആയിട്ടുള്ള റിവിഷൻ ടൈമിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തു. നിങ്ങൾ പഠിക്കണം, 20 മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു മാനിപ്പുലേഷൻ അവിടെ നടന്നു. ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഈസ് മാനിപ്പുലേറ്റഡ്. ഏതില്? എക്സ്പെരിമെന്റൽ റിസർച്ചിൽ. ഓക്കെ, സെക്കൻഡ് സെന്റൻസ് എന്താണ്? ദ ഗോൾ ഈസ് ടു എക്സാമിൻ ദി എഫക്ട് ഓഫ് ദിസ് മാനിപ്പുലേഷൻ ഓൺ ദ ഡിപ്പെൻഡന്റ് വാരിയബിൾ. ഓക്കെ, അതായത് ഡിപ്പെൻഡന്റ് വാരിയബിളില് നമുക്ക് എന്താണ്, ഇതിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, കോസ് എന്ന് പറയുന്നത് നമ്മുടെ പറഞ്ഞ റിവിഷൻ ടൈം ആണെങ്കിൽ ആ റിവിഷൻ ടൈമിന് എത്രത്തോളം കുട്ടികൾക്ക് മാർക്ക് കൂട്ടാനോ അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കോസ് ആൻഡ് ഇഫക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഇൻഡിപെൻഡന്റ് വാരിയബിളെ നമുക്ക് റിസർച്ചർ ആയിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ നോക്കുന്നത് ഡിപ്പെൻഡന്റ് വാരിയബിളിൽ എന്തെങ്കിലും ഇതിന് നമ്മൾ ചെയ്തിരിക്കുന്ന മാനിപ്പുലേഷൻ, അതായത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഡിപ്പെൻഡന്റ് വാരിയബിളിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ കോസ് ആൻഡ് എഫക്റ്റ് ആണ് ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ വരുന്നത്. എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയിരുന്നു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഡിപെൻഡന്റ് വാരിയബിളിന്റെ ഡെഫിനിഷൻ വായിച്ചു നോക്കാം. ഓൾസോ നോൺ ആസ് ദി എക്സ്പെരിമെന്റൽ ഓർ പ്രെഡിക്റ്റർ വാരിയബിൾ. ഇപ്പൊ എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിനെ എക്സ്പെരിമെന്റൽ വാരിയബിൾ തന്നെ വിളിക്കാം, അതുപോലെ തന്നെ പ്രെഡിക്റ്റർ വാരിയബിൾ എന്നും വിളിക്കാം. ഇറ്റ് ഇസ് എ വാരിയബിൾ ദാറ്റ് ഇസ് മാനിപ്പുലേറ്റഡ് ഇൻ എൻ എക്സ്പെരിമെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ്, നമ്മൾ റിവിഷൻ ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതാണ് ഇൻഡിപെൻഡന്റ് വാരിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ റിസർച്ചർ ചേഞ്ചസ് ദിസ് വാരിയബിൾ ടു ഒബ്സർവ് ഇറ്റ്സ് എഫക്ട് ഓൺ ദി ഡിപ്പെൻഡന്റ് വാരിയബിൾ. ഡിപ്പെൻഡന്റ് വാരിയബിളിൽ ഇതിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചർ ഈ വാരിയബിളിനെ ചേഞ്ച് ചെയ്യുന്നു. അതായത് നമ്മുടെ ടെസ്റ്റ് റിസൾട്ടിന്റെ മാർക്കിന് ഈ പറയുന്ന റിവിഷൻ ടൈമിനും എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കൂ, ഡിപ്പെൻഡന്റ് വാരിയബിൾ ആണ്. എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഔട്ട്കം വാരിയബിൾ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഡിപ്പെൻഡന്റ് വാരിയബിൾ. ശരിയല്ലേ? നമ്മൾ ടെസ്റ്റ് മാർക്കിന് നമ്മൾ അത് മെഷർ ചെയ്യുന്നുണ്ട്. And it is expected to change in response to the independent variable. ഇൻഡിപെൻഡന്റ് വാരിയബിളിലെ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു പക്ഷേ ഇതിൽ എന്തുണ്ടാവാം? ചേഞ്ചസ് വരാം. ഡിപ്പെൻഡന്റ് വാരിയബിളിൽ ചേഞ്ചസ് വരാമെന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ്സ് ആണ് ഇപ്പൊ ഡിപ്പെൻഡന്റ് വാരിയബിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? ദ റിസർച്ചർ ഡസ് നോട്ട് മാനിപ്പുലേറ്റ് ദി ഇൻഡിപെൻഡന്റ് വാരിയബിൾ. ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ റിസർച്ചർ എന്താണ്? മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ മാനിപ്പുലേറ്റ് ചെയ്തതുപോലെ നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ എന്താണ്? നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഇവിടെ അത് ഇമ്പോസിബിൾ ആയതുകൊണ്ടല്ല നമ്മൾ അത് മാനിപ്പുലേറ്റ് ചെയ്യാതെ, പക്ഷേ പകരം എന്താണ്? ഇംപ്രാക്ടിക്കൽ, അത് പ്രാക്ടിക്കലി പറ്റാത്തത് കൊണ്ടും അൺഎത്തിക്കൽ, എത്തിക്കലി അത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് വാരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാത്തത്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസർച്ചർ ഇൻട്രസ്റ്റ് കാണിക്കുകയാണ് ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ് യൂസിന് certain types of behaviorൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയണമെന്ന് വിചാരിക്കുകയാണ്. റിസർച്ചർ ഇതാണ് റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്കിത് പോസിബിൾ ആണോ? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമുക്ക് ഡ്രഗ് കൊടുത്തിട്ട് ഇത് പരീക്ഷിക്കാൻ പറ്റില്ല. അത് അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പകരം അപ്പോൾ റിസർച്ചർ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളിലും ഡ്രഗ് യൂസ് ചെയ്യാത്ത ആളുകളിലും എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനെയർ നടത്താം. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും.
അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ. ഓക്കെ, അത് ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ ടു മാനിപ്പുലേറ്റ്, ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ടു മാനിപ്പുലേറ്റ്. ഓക്കെ, അതാണ് ഇവിടെ നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും? ഒന്നില്ലെങ്കിൽ ഒബ്സർവേഷനിൽ കൂടി ആയിരിക്കും, ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടായിരിക്കാം ഇവിടെ നമ്മുടെ റിസർച്ചർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എവിടെ മനസ്സിലാക്കുന്ന? നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ദ റിസർച്ചർ ഒബ്സർവ്സ് ആൻഡ് അനലൈസ് എക്സിസ്റ്റിംഗ് ഡിഫറൻസ് ഓർ റിലേഷൻഷിപ്പ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളെ, ഡ്രഗ് ഉപയോഗിക്കാത്ത ആളുകളെ ഒബ്സർവ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ഡിപെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിൽ എന്തെങ്കിലും ഒരു അസോസിയേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കുന്നത് എന്താണ്? ഡിപെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിൽ എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടോ എന്നാണ് റിസർച്ചർ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ എന്തായിരുന്നു? കോസ് ആൻഡ് എഫക്റ്റ് ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ചിലരിലൊക്കെ ഒരു ഡൗട്ട് വരാം, എന്താണ് ഈ കോസ് ആൻഡ് എഫക്റ്റും ഈ അസോസിയേഷനും തമ്മിൽ ഇത്ര ഡിഫറൻസ് എന്നല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് കോസ് ആൻഡ് എഫക്റ്റ് എന്താണ് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് കണ്ടത്. അവിടെ എന്തായിരുന്നു കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു വാരിയബിള് മറ്റൊരു വാരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അതായത് ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആയിട്ടുള്ള നമ്മുടെ പറഞ്ഞ റിവിഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ അത് ഡിപെൻഡന്റ് വാരിയബിൾ ആയുള്ള മാർക്കിൽ എന്താണ് ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, വൺ വാരിയബിൾ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദി അതർ, അതാണ് കോസ് ആൻഡ് എഫക്റ്റിൽ വന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ, അത് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ വന്നതാണ്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? അസോസിയേഷൻ ആണ്. ഇവിടെ നമുക്ക് റിസർച്ചർക്ക് ഡയറക്ട്ലി പോയിട്ട് ആളുകളുടെ അടുത്ത് നിങ്ങൾ ഡ്രഗ് ഉപയോഗിക്കൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പകരം എന്താണ്? നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഡ്രഗ് ഉപയോഗിക്കുന്നവരും ഡ്രഗ് ഉപയോഗിക്കാത്തവരായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മളൊരു എന്താ പറയാ, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന രീതി. എങ്ങനെയാണ് എത്തുന്നത്? ഈ ക്വസ്റ്റ്യൻസ് വഴി നമ്മൾ ഈ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഡ്രഗ് യൂസ് ചെയ്യാത്ത ഗ്രൂപ്പിനേക്കാളും ഡ്രഗ് യൂസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാണ് ഈ ഡ്രഗ് യൂസും അഗ്രസീവ് ബിഹേവിയറും തമ്മിലൊരു അസോസിയേഷൻ ഉണ്ട്. ഓക്കെ, ഒരു പക്ഷെ ഈ ഡ്രഗ് മാത്രമായിരിക്കില്ല അഗ്രസീവ് ബിഹേവിയറിന് കാരണം. ഒരു പക്ഷെ പേഴ്സണാലിറ്റി ആയിരിക്കാം, എൻവയോൺമെന്റ് ആയിരിക്കാം, മെന്റൽ ഹെൽത്ത് ആയിരിക്കും. ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും ഈ പറഞ്ഞ നമ്മുടെ ഡ്രഗ് യൂസിനെയും അഗ്രസീവ് ബിഹേവിയറിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റിസർച്ചർക്ക് കണ്ണടച്ചുകൊണ്ട് ഇതുകൊണ്ട് ഇതുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാണ്, അതായത് കൂടുതലായിട്ടുള്ള അഗ്രസീവ് ബിഹേവിയർ കാണുന്നവര് ഇങ്ങനെ ഡ്രഗ് എടുത്ത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരിലാണ് കൂടുതലും അഗ്രസീവ് ബിഹേവിയേഴ്സ് കാണുന്നത്. പക്ഷെ നമുക്ക് എന്താണ് ഇങ്ങനെ പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റില്ല? ഡ്രഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാകുന്നു, ഡ്രഗ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പകരം നമുക്ക് അസോസിയേഷൻ ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. അതാണ് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ വരുന്നത്. ഓക്കെ, എക്സാമിന്റെ അസോസിയേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ആളുകളിൽ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നമ്മൾ പറയാണ് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ട് അഗ്രസീവ് ബിഹേവിയർ കാണുന്നുണ്ട്. അങ്ങനെയാണ് അസോസിയേഷൻ എന്ന് പറഞ്ഞാല്. തോന്നുന്നു ക്ലിയർ ആയെന്ന്. ഓക്കെ, അടുത്തത് കാറ്റഗറിക്കൽ ആൻഡ് കണ്ടിന്യൂസ് വാരിയബിൾസ് ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോ കോച്ചിങ് പോകുന്നത് CCRSന്റെ റിസർച്ച് ഓഫീസർ, ആയുർവേദ റിസർച്ച് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 10 days കൂടുമ്പോഴായിരിക്കും നമുക്ക് എക്സാംസ്. അപ്പോൾ ആ ഒരു ആഴ്ചയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ടോപ്പിക്സ് ഓരോ ദിവസം തരും, അല്ലെങ്കിൽ ഒന്നരാടായിരിക്കും ഒരു പക്ഷെ തരുന്നത്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ പറയുന്ന ടോപ്പിക്സ് പഠിച്ച് പോകണം. അത് കഴിഞ്ഞിട്ട് 7 days അല്ലെങ്കിൽ 10 days കഴിയുമ്പോൾ ആ പറഞ്ഞ നമ്മൾ പഠിച്ചു പോയിരിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും ഒരു എക്സാം ആയിരിക്കും വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് റിസർച്ച് ഓഫീസറിന്റെ. നമുക്ക് ഒരു ദിവസം അത്ര ഭാരം ഇല്ലാതെ ഓരോ ദിവസം പഠിക്കാൻ പറ്റാവുന്ന രീതിയിൽ വളരെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട്, എന്നാലും നമുക്ക് ടോപ്പിക്സ് തീരും വേണം. അപ്പൊ അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. So thank you.